20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ അമേരിക്കയിലെ ഏറ്റവും പ്രമുഖ കത്തോലിക്ക ശബ്ദങ്ങളിൽ ഒരാളായി ടെലിവിഷൻ റേഡിയോ ശുശ്രൂഷകൾ നയിച്ച എമ്മി ജേതാവായ ധന്യൻ ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ഷീന്റെ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനത്തിനുള്ള തീയതി വത്തിക്കാൻ വരും ആഴ്ചകളിൽ പ്രഖ്യാപിക്കുമെന്ന് റിപ്പോർട്ടുകൾ. ദി പില്ലർ വാർത്താസ്രോതസ് പ്രകാരം 2026 സെപ്റ്റംബറിൽ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. ദി പില്ലറിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 1919 ഷീൻ പുരോഹിതനായി അഭിഷിക്തനാകുകയും 2002 മുതൽ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്ത പിയോറിയായിലായിരിക്കും ചടങ്ങുകൾ നടക്കുക. പിയോറിയായിലെ ബിഷപ്പ് ലൂയിസ് ടൈൽക്ക തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 1979 അന്തരിച്ച ഷീൻ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള കത്തോലിക്ക സംവേദകരിൽ ഒരാളായി ഇന്നും തുടരുന്നു. തത്വചിന്തയിലും ദൈവശാസ്ത്രത്തിലും ഡോക്ടറേറ്റ് നേടിയ ശേഷം ദി കാത്തലിക് യൂണിവേഴ്സിറ്റി ഓഫ് അമേരിക്കയിൽ അദ്ദേഹം പഠിപ്പിച്ചു. പിന്നീട് റേഡിയോയിലൂടെ ദേശീയ ശ്രദ്ധ നേടിയ വ്യക്തിയായി മാറുകയായിരുന്നു. 1930 മുതൽ 1950 വരെ NBC റേഡിയോയിൽ ദി കാത്തലിക് അവറിന് അദ്ദേഹം ആതിഥേയത്വം വഹിച്ചു. അമേരിക്കയിൽ ഉടനീളമുള്ള ദശലക്ഷക്കണക്കിന് പതിവ് ശ്രോതാക്കളിലേക്കും അതിന്റെ ജനപ്രീതിയുടെ ഉന്നതിയിൽ ഏകദേശം 4 ദശലക്ഷം ശ്രോതാക്കളിലേക്കും ഷീനെത്തി. ടെലിവിഷനിലൂടെ അദ്ദേഹത്തിന്റെ പൊതുജീവിതം നാടകീയമായി വികസിച്ചു. 1952 മുതൽ 1957 വരെ ഷീൻ ലൈഫ് ഈസ് വർത്ത് ലിവിംഗ് എന്ന പരിപാടി അവതരിപ്പിച്ചു. ഇത് ആഴ്ചയിൽ 10 ദശലക്ഷം കാഴ്ചക്കാരെ പതിവായി ആകർഷിക്കുകയും ജനപ്രിയ മതേതര പ്രക്ഷേപണങ്ങളുമായി നേരിട്ട് മത്സരിക്കുകയും ചെയ്തു. അക്കാലത്തെ മറ്റ് ടെലിവിഷൻ വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തമായി ഷീൻ ഒരു മിനിമലിസ്റ്റ് സെറ്റിൽ ഒറ്റയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. കത്തോലിക്ക ദൈവശാസ്ത്രം, തത്വചിന്ത, സമകാലിക സാംസ്കാരിക രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ചുള്ള വ്യാഖ്യാനം എന്നിവ സംയോജിപ്പിച്ച സംഭാഷണങ്ങൾ നടത്തി. 1953 ഏറ്റവും മികച്ച ടെലിവിഷൻ വ്യക്തിത്വം എന്ന അവാർഡ് ഉൾപ്പെടെ ടെലിവിഷൻ പ്രവർത്തനത്തിന് ഷീൻ 2 എമ്മി അവാർഡുകൾ കൂടി നേടി. അവാർഡ് സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടിയാണ് തനിക്കിത് ലഭിച്ചതെന്ന് അദ്ദേഹം പ്രതികരിച്ചു. അദ്ദേഹം മാധ്യമങ്ങളിലൂടെ സുസ്ഥിരമായ ദേശീയ ദൃശ്യ പരത നേടിയ ആദ്യത്തെ കത്തോലിക്ക പുരോഹിതന്മാരിൽ ഒരാളായി മാറി. തന്റെ പ്രക്ഷേപണ ജീവിതത്തിനു പുറമെ ഷീൻ ഒരു മികച്ച എഴുത്തുകാരനായിരുന്നു. നിരവധി പതിറ്റാണ്ടുകളിലായി 60-ലധികം പുസ്തകങ്ങൾ എഴുതി. ലൈഫ് ഓഫ് ക്രൈസ്റ്റ്, പീസ് ഓഫ് സോൾ, ദി വേൾഡ് ഫസ്റ്റ് ലവ് തുടങ്ങിയ പുസ്തകങ്ങൾ വ്യാപകമായി വായിക്കപ്പെട്ടു. ഷീന്റെ മധ്യസ്ഥതയാൽ നടത്തപ്പെട്ട ഒരത്ഭുതത്തിന് 2019 ജൂലൈയിൽ വത്തിക്കാൻ അംഗീകാരം നൽകിയതോടെയാണ് നാമകരണ നടപടികൾക്ക് തുടക്കമായത്. 2010 ശ്വാസം നിലച്ച നിലയിൽ ജനിച്ച ഒരു കുഞ്ഞിന്റെ ജീവൻ വീണ്ടെടുക്കാൻ കുഞ്ഞിന്റെ മാതാപിതാക്കൾ ഷീന്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചതിനെ തുടർന്ന് കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. ഈ അത്ഭുതത്തിന് വത്തിക്കാൻ അംഗീകാരം നൽകിയതോടെ 2019 ഡിസംബറിൽ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികളിലേക്ക് നയിച്ചു. എന്നാൽ 1966 മുതൽ 1969 വരെ ഷീൻ ബിഷപ്പായി സേവനമനുഷ്ഠിച്ച റോച്ചസ്റ്റർ രൂപതയുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിൽ ആശങ്കകൾ ഉയർന്നതിനെ തുടർന്ന് ആ വർഷാവസാനം വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കൽ മാറ്റിവെച്ചു. എന്നാൽ ഷീനെ കുറ്റാരോപിതനാക്കാനുള്ള തെളിവുകളൊന്നും തുടർന്നുള്ള അവലോകനങ്ങളിൽ കണ്ടെത്തിയില്ല. ഇതിനെ തുടർന്ന് 2025 സെപ്റ്റംബറിൽ വത്തിക്കാൻ ഈ വിഷയത്തിൽ പുതിയ നീക്കം ആരംഭിച്ചു. നിലവിൽ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനങ്ങൾക്ക് ശേഷം വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെടുന്ന ഏറ്റവും പ്രമുഖ അമേരിക്കൻ കത്തോലിക്കരിൽ ഒരാളായി മാറും ആർച്ച് ബിഷപ്പ് ഷീൻ. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.